നിന്നെ പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്നു. നിന്റെ കുഞ്ഞിന്റെ മേൽ ചിലർ കൈ വെച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം പറയും ആ കൈ ഉടനെ എടുക്കും. അവർക്ക് മനസ്സിലാകും പിടിച്ചു പറിക്കാൻ പറ്റുകയില്ല. കാരണം എന്താ? അത്ര പവർഫുൾ ആയ ഒരു കരം. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ദൈവം നിന്നെ മറന്നിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല. ഉറപ്പ് തരിക, നീ നശിക്കത്തില്ല, നീ നശിക്കത്തില്ല, നീ യെസ്. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ സുപരിചിതമായ വാക്യമാണ് വായിച്ച് കേൾക്കാൻ പോകുന്നത്. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യമാണ് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. പത്രോസ് അപ്പോസ്തലൻ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷാ വൃന്ദങ്ങളിൽ ഉണ്ടായിരുന്ന ദൈവത്തിന് സ്തോത്രം, ഒരു ദൈവ മനുഷ്യനാണ്. ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ ആത്മീയതയും നിങ്ങൾക്കറിയാം, പിന്മാറ്റവും നിങ്ങൾക്കറിയാം, മടങ്ങിവരവ് നിങ്ങൾക്കറിയാം, ദൈവം പുള്ളിയെ ഉപയോഗിച്ച വഴികളും നിങ്ങൾക്കറിയാം. സ്തോത്രം. പത്രോസ് ഒരു എടുത്തിയാട്ടക്കാരനാണ്. ഒരിക്കല് സ്തോത്രം യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, ജനങ്ങൾ എന്നെക്കുറിച്ച് എന്തോ പറയുന്നെന്ന് ചോദിച്ചു. ആരാന്നാ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ചിലർ പറയുന്നുണ്ട് നീ യോഹന്നാൻ സ്നാപകനാണ്, ചിലർ പറയുന്നുണ്ട് നീ ഏലിയാവാന്ന്, ചിലർ പറയുന്നുണ്ട് നീ ഇരമ്യാവാന്ന്, ചിലർ പറയുന്നുണ്ട് നീ പ്രവാചകന്മാരിൽ ഒരുത്തനാണ്. അപ്പോൾ കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയും? അപ്പോൾ പത്രോസ് ഒറ്റച്ചാട്ടത്തിന് പറഞ്ഞു. ശിഷ്യന്മാരെല്ലാം സൈലൻ്റായി, പത്രോസ് വയലൻ്റായി. വിളിച്ചാടി എഴുന്നേറ്റ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഉടനെ പറയാം, ബെറയോനായ ശിമോനെ, ജഡരക്തങ്ങളല്ല സ്വർഗത്തിലെ ദൈവമാണ് നിനക്കത് വെളിപ്പെടുത്തിയത്. സ്തോത്രം. ക്രിസ്തു എന്ന വെളിപ്പാട് അകത്ത് കത്തിയ ഒരു മനുഷ്യൻ ലേഖനം എഴുതിയ ഭാഗത്ത് നിന്നാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇച്ചിരൂടെ ഗഹനമായിട്ട് ഈ വാക്യത്തിനകത്തേക്ക് വരണം. എക്കാലവും മനുഷ്യൻ്റെ മനസ്സിലൊരു ചോദ്യമാണ്, കർത്താവ് വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും വന്നിട്ടില്ല. എന്താണ് വരാത്തതെന്ന് പത്രോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുക. സ്തോത്രം. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവിൻ്റെ വരവിന് ഇനിയും താമസമില്ല. സ്തോത്രം. എന്തുകൊണ്ടാണ് ലേറ്റ് ആകുന്നതെന്നറിയാമോ? ആരും നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ ആഗ്രഹം പറയുന്നത്. അപ്പോസ്തലൻ പറയുകയാണ്, ആരും നശിച്ചു പോകണമെന്ന്. ഇപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ട് വന്നപ്പോൾ നമ്മൾ പറയാ, കർത്താവ് എന്നാ വരാത്തെന്ന് പറഞ്ഞ് ബഹളം വെക്കരുത്. കുറച്ച് പേരുടെ നശിക്കാതെ രക്ഷപ്പെടേണ്ടത് ആവശ്യമാണ്. 3 സന്ദേശങ്ങൾ അവിടെയുണ്ട്. ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. 2, എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 3, ദൈവത്തിന് സ്തോത്രം, ഇനിയും വാഗ്ദത്ത നിവർത്തിക്ക് കാലതാമസമില്ല. ഈ 3 കാര്യങ്ങൾ പ്രസംഗിച്ച് കഴിയുമ്പോൾ ഞാൻ സ്തോത്രം ഇന്നത്തെ ഈ വചനഭാഗം അവസാനിക്കുവാനിടയാകും. അപ്പം നമുക്ക് വചന വെളിപ്പാടിലോട്ട് വരാം. വേറെ വാക്യങ്ങളിലൊക്കെ പോയാൽ ഈ ഭാഗത്ത് വരാൻ പറ്റാത്തത് കൊണ്ട് ഈ വാക്യത്തിൽ മാത്രം നിൽക്കുക. കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ആരും നശിച്ചു പോകരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഈ വേദപുസ്തകം പഠിക്കുമ്പോൾ നശിപ്പിക്കുന്നത് പിശാച. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും ആര് വരിക? സാത്താൻ വരിക. പക്ഷെ കർത്താവ് വന്ന് എന്തിനാണെന്നറിയാമോ? നശിക്കാനല്ല, നിന്നെ ജീവിപ്പിക്കാനാ. അപ്പൊ ആരും നശിക്കണമെന്ന് ആരാഗ്രഹിക്കുന്നില്ല. ഈ ശിഷ്യന്മാരുടെ അകത്തും ജനത്തിനകത്തും നമ്മുടെ അകത്തും ഒക്കെ ഒരു ചിന്ത കിടപ്പുണ്ട്. ഞങ്ങൾ നശിച്ചു പോവോ എന്നൊക്കെ ഒരു ചിന്ത കിടപ്പുണ്ട്. ഞാൻ തുടക്കത്തിൽ ഒരു ദൂത് പറയാം, എന്തൊക്കെ പ്രവൃത്തികൾ മുമ്പിൽ വന്നാലും നീ നശിച്ചു പോകത്തില്ല. ദൈവം തരുന്ന ഉറപ്പാണ്. ഒരു വാക്യം ബൈബിളിൽ നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ
16-ാമത്തെ വാക്യം നമുക്ക് കാണാതറിയാവുന്ന വാക്യമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യേശുക്രിസ്തുവിലൂടെയാണ് ഈ നാശത്തിൽ നിന്ന് നമുക്ക് ഒഴിയാനായിട്ട് പറ്റുന്നത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അപ്പം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും. അപ്പം യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. നമ്മൾ മാത്രം വിശ്വസിച്ചാൽ പോരാ, മറ്റുള്ളവരും എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് ബൈബിൾ എഴുതിയ മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയ പോലെ നിങ്ങൾ ദൈവപുത്രനെ ഉയർത്തണം. ദാവീദ് പറയാ, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്ത്, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്ത്. ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, കർത്താവിനെ കണ്ട നിന്റെ ജോലിയാണ് കർത്താവിനെ ഉയർത്തുക. ഹല്ലേലൂയ. കാരണം കർത്താവിനെ നീ ഉയർത്തുമ്പോൾ പലരും കർത്താവിലേക്ക് ആകർഷിക്കപ്പെടും. സ്തോത്രം. വിടുതൽ കിട്ടിയോണ്ടല്ല ഇന്നിവിടെ വന്നേക്കുന്നേ, നിത്യജീവൻ തരാമെന്ന് പറഞ്ഞോണ്ടാ. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? വില കൊടുത്തു വാങ്ങുന്നതല്ല ഇവിടുത്തെ വിഷയം. വില കൊടുത്താലും കിട്ടാത്ത ഒന്നാണ് നിത്യജീവൻ. തിരിച്ചറിഞ്ഞൊരു ഹല്ലേലൂയ പറഞ്ഞാൽ നമുക്ക് ഇച്ചിരൂടെ ഗഹനമായിട്ട് ഇത് ഇതിലോട്ട് വരാം. അപ്പൊ ആരും നശിക്കണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല, ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ആൾ രക്ഷിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഒന്ന് പറഞ്ഞേ. ഉണ്ടോ? നിങ്ങളുടെ ശത്രു ആണേലും അവർ രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇങ്ങോട്ട് സഹകരിച്ച്. അപ്പൊ ആരും നശിക്കണമെന്ന് ആരാഗ്രഹിക്കുന്നില്ല. കർത്താവിനെ ആരെയും നശിപ്പിക്കണമെന്നില്ല. പക്ഷെ നശിപ്പിക്കുന്ന ഒരു സ്പിരിറ്റ് പിശാച. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും വായിച്ച് നശിച്ചു പോകാതെ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നീ യേശുവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ബൈബിൾ പറയുന്നത് നീ നശിക്കത്തില്ലെന്നാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ ഈ നശിക്കത്തില്ലെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഈ കർത്താവ് ശിഷ്യന്മാരും കൂടെ ഒരിക്കൽ വള്ളത്തെ കയറി പോകുമ്പം കർത്താവ് ഉറങ്ങിപ്പോയി. അപ്പോൾ ഭയങ്കര കോളും തിരയൊക്കെ ഉണ്ടായപ്പോൾ ശിഷ്യന്മാർ എന്ന് തട്ടിയെ ചോദിച്ചു, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിന് നിനക്ക് ഒരു കാറ്റ് കാണുമ്പോൾ നശിക്കുമെന്ന് ചിന്തിക്കരുത്, ഒരു ഓളം കാണുമ്പോൾ നശിക്കുമെന്ന് ചിന്തിക്കരുത്. നശിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞവനാ കൂടെ നിൽക്കുന്നേ. ഒരാമയും വരുന്നില്ല. നിന്റെ വീടിനെതിരെ അടിച്ച കാറ്റ് നിന്നെ തകർക്കത്തില്ല. കാരണം രക്ഷിക്കുന്ന രക്ഷകൻ നിന്റെ പടകയിലുണ്ട്. ഓ, മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. അടുത്തിരിക്കുന്ന കൈ കൊടുത്തേച്ചാ നീ നശിക്കത്തില്ലെന്ന് പറ. ചിരിച്ചോണ്ട് പറ. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, അതിന് വേദപുസ്തകം തരുന്ന ഉറപ്പ്. ഞാൻ ഇനി ഉറപ്പ് പറഞ്ഞു പോകാൻ പോവാ. എന്നാലേ ഈ വാഗ്ദത്തം എന്ന വിഷയമാണ് പ്രസംഗിക്കുന്നത്. അപ്പം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവൻ ആരും, ദൈവത്തിൽ വിശ്വസിച്ചിറങ്ങിയ ദൈവമക്കളോട് പറയാം, നിനക്ക് നാശം വിതയ്ക്കുന്ന ശത്രു നിന്റെ ദേശത്തുണ്ടെങ്കിലും നീ നശിക്കത്തില്ല. ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? എത്ര വലിയ കാറ്റ് വന്നാലും, കോള് വന്നാലും, വെല്ലുവിളി വന്നാലും, എതിരാളി വന്നാലും, ശത്രു വന്നാലും വചനം പറയുക, നീ നശിക്കത്തില്ല. യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒരു വാക്യം വായിക്കുമ്പോൾ ഇച്ചിരൂടെ തെളിയും. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം എടുത്തേ, 28-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. സ്തോത്രം. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാള് നശിച്ചു പോകയില്ല, ആരും അവയെ പറയുകയാണ്. സ്തോത്രം. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. നിത്യജീവൻ കൊടുക്കുന്നു. ആര്? യേശുക്രിസ്തു പറയുക, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാള് നശിച്ചു പോകയില്ല, അവ ഒരു നാളും നശിച്ചു പോകയില്ല. ഉറപ്പിച്ചു പറയുക, നിനക്ക് നാശം വിതയ്ക്കുന്നവന്റെ മുമ്പിൽ നീ നശിക്കത്തില്ല. ഉറപ്പ് തരാം, നശിക്കത്തില്ല. ആരോടൊക്കെയോ ദൈവം പ്രവചിച്ചു പറയുക. ചില സാഹചര്യങ്ങൾ കണ്ട് പേടിക്കരുത്, നീ നശിക്കത്തില്ല. കാരണം എന്താ? അടുത്ത വാക്യത്തിലുണ്ട്, വൈര്. അവ ഒരു നാള് നശിച്ചു പോകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. കേട്ടോ, അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. അപ്പൊ നീ ആരുടെ കയ്യിലാ? ദൈവത്തിന്റെ കയ്യിലാ. പ്രവാചകനായ യെശയ്യാ പ്രവചിക്കുന്ന ഒരു ഭാഗമുണ്ട്, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കൈക്കകത്ത് വരച്ചിട്ടിരിക്കുന്നു. ഒരാമയും പറഞ്ഞാട്ടെ. എവിടെ വരച്ചേക്കുവാ?
ഹല്ലേലൂയ. ഇന്നിവിടെ കൂടെ ജയപ്പെട്ട ജനത്തോട് പറയാം, നിന്നെ നശിപ്പിക്കാൻ ആരെഴുന്നേറ്റാലും നശിക്കുകയല്ല, നിന്നെ അവന് ഉള്ളം കയ്യിൽ. മോനെ ഒന്ന് കൈ കൊടുത്ത് മോൻസിയോട് പറ, ബ്രദറിനോടൊന്ന് പറ, അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറ, ദൈവത്തിന് സ്തോത്രം, നിന്നെ വരച്ചിട്ടേക്കുവാന്ന് ഒന്ന് തട്ടേച്ച് പറ. നിന്നെ ദൈവത്തിന്റെ കൈവെള്ളാല് മിണ്ടുന്നില്ല. നിന്റെ എതിരാളി എത്ര ശക്തനായാലും പേടിക്കണ്ട, എൻ്റെ കയ്യിൽ നിന്ന് ആരും നിന്നെ പിടിച്ചു പറിക്കത്തില്ല. മൽപ്പിടുത്തം നടക്കുന്നുണ്ട്, വിട്ടുകൊടുക്കത്തില്ല. അതിന്റെ കാരണം അടുത്ത കേട്ടോ, അടുത്ത വാക്യത്തിൽ കാരണം കേട്ടോ. തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് ആരാ? നിന്നെ പുത്രന് കൊടുത്ത പിതാവ് എല്ലാവരിലും വലിയവൻ. എല്ലാവരിലും വലിയവൻ. പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. നിങ്ങൾ കുലുങ്ങണ്ട, ഒരുത്തനും നിന്നെ നശിപ്പിക്കാൻ എഴുന്നേറ്റ ഒരുത്തനും പിടിച്ചു പറിക്കത്തില്ല. നീ പിതാവിന്റെ കൈകളിൽ ഭദ്രമായിരിക്കും. മനസ്സിലായി തുടങ്ങുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആരൊക്കെയോ നിന്നെ പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്നു. നിന്റെ കുഞ്ഞിന്റെ മേൽ ചിലർ കൈ വെച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം പറയും, ആ കൈ ഉടനെ എടുക്കും. അവർക്ക് മനസ്സിലാകും പിടിച്ചു പറിക്കാൻ പറ്റുകയില്ല. കാരണം എന്താ? അത്ര പവർഫുൾ ആയ ഒരു കരം. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ദൈവം നിന്നെ മറന്നിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല. ഉറപ്പ് തരിക, നീ നശിക്കത്തില്ല, നീ നശിക്കത്തില്ല, നീ യെസ്. ഓ യേശുവിന്റെ നാമത്തില് പരിശുദ്ധാത്മാവ് ഉറപ്പ് തരിക, നീ നശിക്കത്തില്ല, നീ നശിക്കത്തില്ല. പിതാവിന്റെ കയ്യിലാണ് നീ ഇരിക്കുന്നേ. ആരും നിന്നെ ഈ പൗലോസേ കൊരിന്തിലെ സഭയോട് പറയുന്നൊരു ദൂതുണ്ട്. സ്തോത്രം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ഞങ്ങൾ വീണ് കിടക്കുക, പക്ഷെ നശിക്കത്തില്ല. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. വീഴുവാൻ തക്കവണ്ണം അവൻ നിന്നെ തള്ളി, പക്ഷെ കീഴെ ശാശ്വത ഭുജങ്ങൾ പിടിച്ചിരിക്കുന്നുണ്ട്. നീ വീണെന്ന് ചിലര് പറയുമ്പോഴും നീ കർത്താവിന്റെ കയ്യിലാ. മനസ്സിലായി തുടങ്ങിയില്ല. സ്തോത്രം. പൗലോസ് വെളിപ്പെടുത്തുന്ന കാര്യം, ഞാൻ വീണ് കിടക്കുന്നവനെങ്കിലും നിന്റെ നാശം കാണാൻ ചിലര് നോക്കിയിരിക്കുന്നുണ്ട്, പക്ഷെ നീ നശിക്കത്തില്ല. കാരണം നിന്റെ അകത്ത് വ്യാപരിക്കുന്നത് നിത്യജീവന്റെ തുടിപ്പാ. മനസ്സിലായവരെ സ്തോത്രം ചെയ്യാവോ? എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയാം. നിന്റെ വീടിന്റെ മേൽ സാത്താൻ എഴുതി വെച്ച നാശം ദൈവം ഇന്ന് തുടയ്ക്കുക. ഓ എന്നോട് ഹോളി സ്പിരിറ്റ് നശിക്കുകയല്ല, നീ വീണ് കിടക്കുന്നവനെങ്കിലും അതിൻ്റെ കാരണം പൗലോസ് വെളിപ്പെടുത്തുന്ന ഭാഗത്തോട്ട് നമ്മുടെ ചിന്ത വരാമേ. സ്തോത്രം. ഈ 4-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന് ദാനമത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നുള്ളത്. പൗലോസ് പറയുകയാണ്. സ്തോത്രം. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഞങ്ങളുടെ അകത്ത് ഒരു ശക്തി വസിക്കുന്നുണ്ട്. ആ ശക്തിയുടെ പേര് കേൾക്കണോ? അത്യന്ത ശക്തി. ഈ ശക്തി നാട്ടുകാർക്ക് അറിയത്തില്ല. പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഞങ്ങളുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, എന്നാൽ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുണ്ട്. മനസ്സിലായില്ലയോ? നിനക്കെതിരെ ഒരുത്തൻ കോട്ട കെട്ടിയാൽ അത് ഇടിക്കുന്നത് മാനുഷിക ശക്തി കൊണ്ടല്ല, ഉയരത്തിലെ ശക്തി കൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്തോത്രം. എനിക്ക് ദൈവാത്മാവ് ഒരു ബോധ്യം തരിക. നിന്റെ ഭാവിക്കെതിരെയുള്ള ചില കോട്ടകൾ
ഇന്നത്തെ ആരാധനയിൽ ഇടിയണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? യെരിഹോവിന്റെ മതിൽ ഇടിഞ്ഞാൽ വാഗ്ദത്ത നാടാ. ഇന്ന് പകൽ ദാവീദ് പറയുക, ചില മതിൽ ചാടിക്കടക്കാൻ പോവുക. യോസഫ് പറയുക, ചില മതിലിന്റെ മുകളിൽ ഞാൻ പടരാൻ ഇവിടെ എന്തോ ദൈവാത്മാവ് ബോധ്യം തരുന്നു. ചിലത് ഇടിയണം, ചിലത് ചാടിക്കടക്കണം, ചിലതിന്റെ മുകളിൽ പടർന്നു കയറണം. ഒരു തടസ്സത്തിന്റെ മതില് കണ്ടെന്ന് കരുതി നീ പേടിക്കൊന്നും ചെയ്യരുത്. ദാവീദ് പറയാ, എന്റെ ദീപത്തെ ഒന്ന് കത്തിക്കാവോ? മൺകുടങ്ങൾ ഉടയണം, അകത്തെ പന്തം വെളി വരണം. ഒരാമയും വരുന്നില്ല. ആ പന്തം വെളിയിൽ വന്നാൽ അടുത്തത് വിജയമാണ്. അതൊക്കെ സമയം ബൈബിൾ പഠിച്ച് കയറിയാലേ അറിയത്തുള്ളൂ. ഞാൻ ഇച്ചിരൂടെ ഗഹനമായിട്ടൊരു ദൂതൂടെ പറയാം. നിന്റെ മൺപാത്രം ഈ ദിവസങ്ങൾ ഉടയും. നിന്റെ അകത്ത് തമ്പുരാൻ കത്തിച്ചൊരു പന്തമുണ്ട്. ആ പന്തം വെളിയിൽ വരും. തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യ്. എനിക്കെന്തോ ദൈവാത്മാവിന് ബോധ്യം തരിക. മുമ്പിൽ നിൽക്കുന്ന തടസ്സം കണ്ട് പേടിക്കരുത്. യെശയ്യാവ് പ്രവചിക്കുന്നൊരു പ്രവചനമുണ്ട്, വായിക്കണ്ട, ഞാൻ പറയാം. പ്രവചനം കേട്ടോ. എന്റെ മുമ്പിൽ മലകൾ വന്നാൽ എനിക്കെന്റെ ദൈവത്തെ അറിയാം, ആ മലയവൻ വഴിയാക്കി തരും. ഒരാമയും വരുന്നില്ല. എനിക്കെന്തോ നീ കൺമുമ്പിൽ കണ്ടോണ്ടിരിക്കുന്ന തടസ്സം നിന്നെ തകർക്കാനല്ല, ഒന്നുകിൽ നിന്റെ ദീപം ഇന്ന് കത്തിക്കും. എന്തിനാ? അതിനെ നീ ഓവർകം ചെയ്യും. അല്ലെങ്കിൽ നിന്റെ നാവിന് ബലം തരും. ഒരാർപ്പ് വിളി കൊണ്ട് ആ മതിൽ ഇല്ലായ്മപ്പെടുത്തി കളയും. അല്ലെങ്കിൽ നിനക്ക് പടന്നു കയറാനുള്ള അഭിഷേകം. കണ്ടോ 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 കണ്ടോ? നിന്നെ തകർക്കാൻ വെച്ചത് നിനക്ക് താങ്ങാകാൻ പോവുക. നിന്നെ ഇല്ലായ്മപ്പെടുത്താൻ വെച്ചത് നന്ദി കർത്താവേ. ഓക്കെ, യേശുക്രിസ്തുവിന്റെ കല്ലറയുടെ മുമ്പിൽ വലിയ കല്ല് വെച്ച കണ്ടു, നീ പേടിക്കൊന്നും വേണ്ട. അത് വെക്കാൻ അറിയെങ്കിൽ അത് ഉരുട്ടാൻ അറിയാവുന്ന ആള് മേളിൽ നിന്നിറങ്ങും. ഒരാമയും വരുന്നില്ല. എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയാ, ഒരിക്കലും പുറത്തു വരാതെ വണ്ണം നിന്നെ അടച്ചു വെച്ചാലും അതിനെ ഉരുട്ടി മാറ്റാൻ കൃപയുള്ളവൻ മേളിൽ നിന്ന് വരും. എവിടൊക്കെയോ ചിലത് ഉരുണ്ടു മാറുന്നത് കാണുന്നു, ചിലത് തകർന്നു വീഴുന്നത് കാണുന്നു, ചിലതിന്റെ മേലിൽ പടർന്ന് ജീസസ്. നിന്നെ ഒതുക്കാനാ ചിലര് മതില് കെട്ടിയേ. പക്ഷെ ഇപ്പൊ ഒതുക്കാൻ കെട്ടിയ മതില് കെട്ടിയവന് വേനയായി. കാര്യം അതിന്റെ മണ്ടയ്ക്ക് കയറി പടർന്നു നിൽക്കുക. എനിക്ക് ദൈവാത്മാവ് ഒരു ബോധ്യം തരിക. നീ വാഹമിയോ വാടാൻ പോവുവല്ല, ഉണങ്ങാൻ പോവുവല്ല, പടരാൻ പോവുക. വിശ്വാസമുണ്ടോ? നീ മുകളിലേക്ക് പൊങ്ങിട്ട് നീ സൈഡിലോട്ട് പടരാൻ പോവുക. നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ വെളിപ്പെടത്തക്കവണ്ണം മനസ്സിൽ പറഞ്ഞു, നശിക്കത്തില്ല. ഇല്ല, നീ നശിച്ചു പോകത്തില്ല. നീ വീണാലും നിലംപരിചാകയില്ല. അങ്ങനെ പ്രസംഗിച്ചു പോയാ അകത്തെ ചിത്രം മറക്കരുത്. നിനക്കൊരു കോട്ട കെട്ടിയാൽ പൗലോസ് പറയാ, അതിടിക്കാൻ ദൈവസന്നിധി ശക്തി ഞങ്ങളുടെ മേലുണ്ട്. നിനക്ക് വേണ്ടി കോട്ട കെട്ടിയ പലരും ഇപ്പൊ കെട്ടു നിർത്തി മാറി നിൽക്കുക. കാരണം എന്താ? കെട്ടിയതെല്ലാം ഇടിഞ്ഞുപോയി, കെട്ടിയതെല്ലാം തകർന്നു പോയി. എരിഹോ ഇടിച്ചപ്പം കർത്താവ് ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇനി ആരേലും അതിൻ്റെ വാതിൽ വെച്ചാ ഇട്ടാൽ ഇടുന്നവന്റെ
മൂത്ത അല്ലെങ്കിൽ ആദ്യജാതൻ അപ്പള തീർന്നു. ദൈവം പൊളിച്ചാൽ പിന്നെ ഒരുത്തർക്കും പണിയാൻ പറ്റത്തില്ല. ഞാനൊരു വെളിപ്പാടൂടെ പറയാം. നിന്റെ ചില തടസ്സങ്ങളെ ആർക്കും തിരിച്ച് പണിയാൻ പറ്റാത്ത രീതിയിൽ ദൈവം പൊളിക്കും. വിശ്വാസം കൊണ്ട് ഒരു സ്തോത്രം ചെയ്യ. നിന്റെ തടസ്സങ്ങളെ ആർക്കും തിരിച്ചു പണിയാൻ പറ്റാത്ത പോലെ നിങ്ങളെന്നെ ശ്രദ്ധിക്കണം. അങ്ങനെ പോയാൽ ഇത് വേറെ വഴിക്കൂടെ പോകും. പൗലോസ് പറയാ, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ഇത് ഞങ്ങളുടെ എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനം അത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നുള്ളത്. ഈ അത്യന്ത ശക്തി എവിടാ വെക്കുന്നേ? മൺപാത്രങ്ങൾ. മൺപാത്രത്തിൽ. നമ്മുടെ മൺപാത്രത്തിൽ എന്ത് വെച്ചേക്ക? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണേ, എന്നെ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങളിൽ ഒരാൾക്ക് 10 ലക്ഷം രൂപയുണ്ട്. അത് നിങ്ങളുടെ കഞ്ഞി വെക്കുന്ന മംഗലത്തിനകത്തിട്ട് അടച്ചിട്ട് മണ്ടയ്ക്ക് തുണി കൊണ്ട് മൂടിക്കെട്ടി വെക്കുമോ? അതെവിടെ വെക്കും? ഗോദ്രേജിൻ്റെ ഏറ്റവും നല്ല അലമാരി വാങ്ങിച്ച് അതിൻ്റെ മെയിൻ ഡോറിനകത്തല്ല, അകത്തെ ചെറിയ അറയ്ക്കകത്ത് വെച്ച് പൂട്ടി ആ താക്കോല് ജീസസ് അവിടെ നിന്ന് എടുത്ത് തൻ്റെ പാൻറ്റിന് ആ അലമാരിക്കകത്തിരിക്കുന്ന വേറൊരു സാധനത്തിനകത്ത് വെച്ച് എന്നിട്ട് അത് പൂട്ടി ആ താക്കോല് ഡ്രസ്സിനകത്ത് മറച്ചു വെച്ചിട്ട് ആ അലമാരി പൂട്ടി ആ താക്കോലും കൊണ്ട് ആ യോഗത്തിന് വന്നിരിക്കുന്നു. മിണ്ടുന്നില്ല. നമ്മുടെ ചർച്ചില് ട്രാൻസ്ഫോമർ കൊണ്ടുവന്നു. എന്തുകൊണ്ടുവന്നു? ട്രാൻസ്ഫോമർ വെക്കുന്ന സ്ഥലത്ത് അവർ പറഞ്ഞു, ഇത്ര ഏറിയയിൽ ആർക്കും പ്രവേശനമില്ല. ഒരു റെഡ് ബോർഡ് വെക്കും. എന്തുവാ? അപായം. കണ്ടിട്ടില്ല ആരും? എന്തുവാ? ആർക്കും പ്രവേശനമില്ല. എന്നിട്ട് ശ്രദ്ധിച്ചു കേൾക്കണം. സ്തോത്രം. എന്നാന്ന് ചോദിച്ചാ 11 kV എന്നുള്ള പവർ ഇങ്ങോട്ട് തരാൻ വേണ്ടി ഈ ട്രാൻസ്ഫോമർ ഇവിടെ കണക്ട് ചെയ്യുക. ചുമ്മാ കയറി തൊട്ടാ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇങ്ങനെ പൗലോസ് പറയുക, ഇതിനെക്കാട്ടി വലിയ പവറാണ് അത്യന്ത ശക്തി. അത് വെക്കാൻ തെരഞ്ഞെടുത്തത് നിന്റെ മൺപാത്രമാണ്. ഒരാമയും വരുന്നില്ല. അതുകൊണ്ട് നീ കുലുങ്ങണമെന്നല്ല ഞാൻ പ്രസംഗിച്ചു വരുന്നത്. ഞാൻ വെളിപ്പാടിലോട്ട് വരിക. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല. ഒന്ന് അടുത്തിരിക്കുന്ന തൊട്ടേച്ച് പറ, ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി സ്വന്തമല്ലെന്ന് പറ. ഉണ്ടെന്നില്ല. ഞാൻ ഇങ്ങോട്ട് നോക്കിയേ. മോൻസി എന്ത് നല്ല കീബോർഡ് വായിക്കുന്നേ? ചോദ്യം. മോൻസി വായിക്കുന്ന കീബോർഡ് PS600. അത് മോൻസിക്ക് വായിക്കാൻ കൊടുത്ത വര ഉപയോഗിക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം. കീബോർഡ് സ്വന്തമാ, ഇലക്ട്രിസിറ്റി സ്വന്തമാണോ? അല്ല, സ്വന്തമല്ല. എടുത്തു വെക്കുക. നമ്മൾ പവർ സപ്ലൈ എടുത്തേക്കുവാ. പോലീസ് പറയാം, നിങ്ങളുടെ അല്ലിത്, പക്ഷെ നിങ്ങളുടെ മേലോട്ട് തരിക. ഒരാമയും വരുന്നില്ല. ഇന്ന് ഇവിടെ ഇരിക്കുന്ന യേശു പറയാ, ഈ ശക്തി പ്രാപിക്കാതെ നിങ്ങൾ ഇവിടുന്ന് മൂവ് ചെയ്യരുത്. കാരണം നിന്നെ തകർക്കുന്ന സ്പിരിറ്റ് ഉണ്ട്. അത് നിന്നെ തൊടാൻ വരുമ്പോ, അടുക്ക വരുമ്പോ കരിഞ്ഞു പോകണം. അതാണ് നിനക്ക് പകർന്ന ശക്തി. ഇത് നിന്റേതല്ല. സ്തോത്രം. സത്യ ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനം അത്രയെന്ന് പറയുന്നത്. ചിലരൊക്കെ പറയും, ഞങ്ങൾ പണ്ട് തൊട്ടേ അഭിഷേകം പ്രാപിച്ചാന്ന്. നിന്റെ സ്വന്തമല്ലടാ ഉപയോഗ, കർത്താവ് തന്ന. എവിടെ വെച്ചേക്കാം? മൺപാത്രത്തിൽ തന്നേക്കുവാ. ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രത്തിലാകുന്നുള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. ഈ ശക്തിയുടെ പ്രത്യേകത, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നുണ്ട്, എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ ഇടുങ്ങിയിരിക്കത്തില്ല. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. പോലെ
ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരാ. പക്ഷേ എടാ, നിന്നെ ഒതുക്കാൻ എന്തുമാത്രം കഷ്ടം ചിലർ അഴിച്ചു വിട്ടു. വല്ല ഒതുക്കമുണ്ടോ? നീ ഇപ്പോഴും ഗ്ലോറി പറഞ്ഞു നിൽക്കുക. ഇങ്ങനെ ഒരാമയും വരുന്നില്ല. ആൾക്കാർക്ക് ഇപ്പോൾ ഒരു സംശയം, എടാ ഇവൻ ഇങ്ങനെ എന്തോ ചെയ്തിട്ടും ഗ്ലോറി പറയുന്നതിന് എന്താ? എൻ്റെ പൊന്നു മോനെ, നീ കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഒരു ശക്തി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആരോടോ ദൈവം പറയുന്നത്, നിന്നെ ഒതുക്കാൻ നോക്കുന്ന, നിന്റെ ഭാവിയെ ഒതുക്കാൻ നോക്കുന്ന, വിദ്യാഭ്യാസത്തെ ഒതുക്കാൻ നോക്കുന്ന, കുടുംബജീവിതത്തെ ഒതുക്കാൻ നോക്കുന്ന, അനുഗ്രഹത്തെ ഒതുക്കാൻ നോക്കുന്ന, കഴിവിനെ ഒതുക്കാൻ നോക്കുന്ന ആ ശക്തിയുടെ മുമ്പിൽ ഇന്ന് അത്യന്ത ഈ അത്യന്ത ശക്തി വന്നാലേ എന്നെ നോക്കണം. ഈ ചിലരൊക്കെ പറയും ഈ ശക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊക്കെ പറയുന്ന പോലൊക്കെ പ്രവർത്തിക്കാവൂ. എന്തുവാ? ഈ അത്യന്ത ശക്തി നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നത് നമ്മളൊക്കെ, ഞങ്ങൾ ചിലരൊക്കെ ചിലത് എഴുതി വെച്ചിട്ടുണ്ട്. യോഗത്തിൽ വരണം, 2 പാട്ട് പാടണം, കൈയടിക്കണം. കൈയടിക്കുമ്പം കാലം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചലിപ്പിക്കാൻ പാടില്ല. കാരണം അപ്പന്മാരങ്ങനെ ചെയ്തില്ല. മിണ്ടുന്നില്ലല്ലോ, നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇങ്ങനൊന്നും മൂവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അങ്ങനാണെങ്കിൽ അത് പരിശുദ്ധാത്മാവല്ല. കാരണം ഈ സാധനം സ്കെയില് പുള്ളിക്കാണ് വാങ്ങിച്ച് പുള്ളിയുടെ കൊടുത്തിരിക്കുക. എനിക്ക് തോന്നുന്നു തോമാച്ചൻ വന്ന കൂട്ടത്തിൽ, തോമാസ് ലീഗ വന്ന കൂട്ടത്തിൽ പുള്ളിയുടെ വല്യപ്പനും കൊണ്ട് കൊടുത്താന്നാ എനിക്ക് തോന്നുന്നത് ആ സ്കെയില്. പുള്ളി പറയാ പരിശുദ്ധാത്മാ വരുമ്പോൾ ഈ റേഞ്ച് വരെ വരാവും. ഉണ്ടെന്നില്ലല്ലോ, ഒക്കെ നിന്റെ സ്കെയിൽ ഓടിയാൻ നേരമായിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കുക, പരിശുദ്ധാത്മാ വരുമ്പോൾ അങ്ങനൊന്നും അല്ല. നിങ്ങൾക്കറിയാം, വേദപുസ്തകം നിങ്ങളുടെ അപ്പോസ്തല പ്രവൃത്തിയിൽ തുടങ്ങിയത് ഹൗസ് ചർച്ചാ. ആ ചർച്ചിൻ്റെ ചരിത്രം ഞാൻ ഒരിക്കൽ ഒന്ന് പ്രസംഗിച്ച് കേൾക്കാം. ബൈബിൾ പഠിച്ചാൽ കഥ പറയാൻ വരാവും. ബൈബിൾ പഠിക്കാത്തവൻ കഥ പറയാൻ വരരുത്. നിങ്ങൾ നോക്ക്, വെളിപ്പാടിലോട്ട് ഞാൻ വരാം. സ്തോത്രം. നിന്റെ കയ്യിൽ ഈ കറുത്ത പുസ്തകം തന്നേക്കുന്നത് തലണയിൽ വെക്കാനല്ല, വായിക്കാനാ. വേണ്ട, വായിച്ചിട്ട് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം. ഞാൻ പൗലോസ് പറയാ, ഈ ഞങ്ങളുടെ മേൽ പകരപ്പെട്ടത് എന്തുവാ? അത്യന്ത ശക്തി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ, ഈ ശക്തി വന്നാൽ സുന്ദരം ദേവാലയ ഗോപുര വാതിക്കല മുടന്തരിൽ സൗഖ്യമിറങ്ങും. നീ വായിച്ച പുസ്തകത്തിൽ അത് ഇല്ലായിരിക്കും, അത് എൻ്റെ കുഴപ്പമല്ല. നല്ല പുസ്തകം വായിര്, നല്ലൊരു ഹല്ലേലൂയ പറ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നീ തെറ്റിദ്ധരിക്കരുത്, നിന്റെ മേൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയാ. ഈ നമുക്ക് പറ്റിയൊരു ചെറിയ തെറ്റ് ഞാൻ പറയാം. അത് ശരിയാണെന്ന യോഗം കഴിഞ്ഞിട്ട് എന്നെ തിരുത്തുക വേണം. ഞാൻ പറയുന്നതിലും ശരി, നിങ്ങൾ പറയുന്നതിലും തെറ്റൊന്നൊന്നുമല്ല. ഞാൻ പഠിച്ചൊരു കാര്യം, നമ്മൾ ഈ അത്യന്ത ശക്തി തിരിച്ചറിയുന്നത് നമ്മൾ ഈ ശരീരം കുലുക്കുന്നതനുസരിച്ചാണ്. അങ്ങനല്ല. ഈ ശക്തിയുടെ പ്രത്യേകത പറയാമോ? നീ ഇടുങ്ങിയിരിക്കുന്നവരെങ്കിലും, വായിച്ച് ആ വാക്യം വായിച്ച്, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. മനസ്സിലായോ? നിന്നെ ഒതുക്കാനാ നോക്കുന്നേ. ഒതുക്കാൻ നോക്കുന്നതിനൊത്ത് അവൻ ഇരിക്കുന്ന കസാരയുടെ മേളിൽ കയറിയിരിക്കുക. ഇതെന്താ കാര്യം? ഇത് ഞങ്ങളിൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയാ. ഇന്ന് പിടിക്കും നിന്നെ തകർക്കുമെന്ന് വെല്ലുവിളിച്ച ദേശത്ത് ഇടുങ്ങിയിരിക്കരുത്. അതാണ് ഈ ശക്തി. മനസ്സിലായില്ല? ഇത് വന്നാൽ ചിലപ്പം നൃത്തം ചെയ്തെന്നിരിക്കും. മിണ്ടുന്നില്ലല്ലോ. ചിലപ്പം കൈയടിച്ചു തുള്ളിച്ചാടിയെന്ന് വരും. അതിന് ചാടാനായിട്ട് വരണ്ട, അതൊക്കെ പരിശുദ്ധാത്മാ വരുമ്പോൾ ഉണ്ടായിക്കോളും. മിണ്ടുന്നില്ലല്ലോ. എന്നാൽ അഭിഷേകം പ്രാപിച്ചൊരുത്തൻ നൃത്തം ചെയ്തല്ലോ, നീ ചെയ്യാമോ? മെഡിക്കൽ കോളേജിൽ ഒരു ബെഡ് എടുത്തേ ചെയ്യാവും. വേണ്ട, മിണ്ടുന്നില്ല. ഈ ശക്തി നിന്റെ മേൽ ഉണ്ടെങ്കിൽ നിന്നെ നിയന്ത്രിക്കുന്നത് ഈ ശക്തിയാ. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒരു ദൂത് നിങ്ങൾ ശ്രദ്ധിച്ച. ഒന്നാമത്തെ ദൂത്, കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കത്തില്ല. ഈ കഷ്ടം നിന്നെ തകർക്കാനല്ല. ആണോ? പറ. ആണോ? അല്ല. എന്തിനാ പറ. എന്തിനാ? കഷ്ടം സഹിക്കുന്നവരെങ്കിലും. വാക്യം പോയോ? ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. അവിടുന്ന് കണ്ണു പറിക്കരുത്. കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. ചോദ്യം, ഇടുങ്ങിയിരിക്കാൻ തയ്യാറാണോ? ആണോ? പറ. എൻ്റെ ബ്രദറെ, ഭയങ്കര കഷ്ടമല്ലയോ? ഇനിയും പ്രാർത്ഥനയ്ക്ക് പോണോ? ഇടുങ്ങിയിരിക്കാൻ തയ്യാറല്ല. അടുത്ത കേട്ടോ.
ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. ബുദ്ധിമുട്ട് ഒത്തിരിയുണ്ട്, പക്ഷെ നിരാശ ലെവലേശയില്ല. ഈ അഭിഷേകം അകത്തോട്ട് എന്തില്ല? നിന്നെ നിരാശപ്പെടുത്തി ഇങ്ങനെ താടിക്ക് കൈ കൊളിപ്പിച്ച് ഇങ്ങനെ കരയിക്കാൻ നോക്കുമ്പോ നീ ചിരിച്ചോണ്ട് നിൽക്കുക. അച്ഛാ എന്തുകൊണ്ട് വിഷയം, സുഖമായിരിക്കുന്നോ? നിന്നെ കരയിപ്പിക്കാനാവും പദ്ധതിയുണ്ട്, പക്ഷെ നീ ചിരിച്ചോണ്ട് നിൽക്കുക. ഒരാമയും വരുന്നില്ല. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഈ ശക്തി വന്നാൽ നിരാശ വിട്ടുപോകും. നിരാശ, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള നിരാശ, വീടിനെ കുറിച്ചുള്ള നിരാശ, ഭവനത്തെ, യെസ്, ഈ അത്യന്ത ശക്തി നിന്റെ അകത്തുണ്ടെങ്കിൽ നീ നിരാശപ്പെടുകയില്ല. സ്തോത്രം. അടുത്തോടെ വായിച്ചു പെട്ടെന്ന്. ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. ചിലരൊക്കെ നമ്മളെ ഉപദ്രവിച്ചു, ഒരു വിചാരിച്ച് ഉയർച്ചപ്പം എല്ലാവരും അങ്ങ് കൈവിടുവന്ന, പക്ഷെ ദൈവം ഉപേക്ഷിച്ചില്ല, അവനെ ഉപേക്ഷിക്കുകയില്ല. സ്തോത്രം. ഒരു പെറ്റ തള്ള തൻ്റെ ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുവോ? അടുത്ത കാണാൻ പറയാമോ? മറന്നാലും ഞാൻ നിന്നെ കൈവിടുത്ത് പറ, മറക്കത്തില്ലെന്ന് പറ, കൈവിടത്തില്ലെന്ന് പറ, ഉപേക്ഷിക്കത്തില്ലെന്ന് പറ. എന്താ കാരണം? ഞങ്ങളുടെ അകത്ത് ഈ അത്യന്ത ശക്തിയുണ്ട്. അടുത്തോടെ കേട്ടു. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ഞങ്ങൾ വീണ് കിടക്കുക, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? നശിച്ചു പോകുന്നില്ല. നിങ്ങൾ എന്നെ നോക്കണം. ബൈബിളിലെ വാക്യമാ വീഴുവാൻ തക്കവണ്ണം. മോൻസി ഒരു മിനിറ്റ് എൻ്റെ അടുക്ക വരാം. ലാലുവിനോടൊന്ന് വരാം. ദേ മോൻസി ഇങ്ങനെ നിൽക്കുക. ലാലു ഫ്രണ്ട് വാ. ലാലു രണ്ട് കൈ കൊണ്ട് മോൻസി ഒന്ന് തള്ളാൻ പോവാ. രണ്ട് കൈകളും തള്ളാൻ പോകുമ്പോ കണ്ടോ എന്നെ നോക്ക്, തെള്ളിയിട്ട് മോൻസി താഴോട്ട് പോയിട്ട് മോൻസി വീഴാത്തതെന്നാ? മോൻസി ഈ നോക്കി, മോൻസി 100 ഡിഗ്രിയെ താഴെ പോയാലും ഈ കൈ ഉണ്ടെങ്കിൽ പേടിക്കണം, ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് മനസ്സിലായി? 100 ഡിഗ്രിയാൽ മോൻസി താഴെ വീഴും. പക്ഷേ ഈ കൈ മോൻസിയുടെ ബാക്കിൽ സൂക്ഷിക്കാനുണ്ടെങ്കിൽ മോൻസി ചിരിച്ചോണ്ട് അവിടെ ഇരിക്കും. എന്നാടാ ചിരിക്കുന്നേ? വീഴുന്നു എങ്കിലും ഞാൻ നശിക്കത്തില്ല. മനസ്സിലായോ നിനക്ക്? നിന്നെ 100 ഡിഗ്രി തള്ളിയിട്ടാച്ച് നിന്നെ കുറിച്ച് കള്ളക്കഥ പറഞ്ഞു വരുത്തിയപ്പോ നീ കരയരുത്. നിന്നെ 100 ഡിഗ്രി മനസ്സിലായോ? മനസ്സിലായോ? ഞാൻ ഈ പല വൃക്ഷങ്ങൾക്കകത്ത് അരണവൃക്ഷം എന്നൊരു വൃക്ഷം കണ്ടിട്ടുണ്ട്. അരണ എന്ന വൃക്ഷം അന്ന് അതിൻ്റെ ഉറപ്പാ. അങ്ങനെയല്ലയോ? അരണവൃക്ഷം ഒന്നുമില്ലയോ? അതിങ്ങനെ മേളി വരെ പോവും. ഈ കാറ്റടിക്കുമ്പോണ്ടല്ലോ ഈ പുള്ളി ഇങ്ങനെ, പിന്നെ ഇച്ചിരൂടെ കാറ്റ് റേഞ്ച് കൂടി അടിക്കുമ്പോണ്ടല്ലോ ഈ പുള്ളി നേരെ വന്ന് കൊമ്പ് താഴെ കൊത്തും. നമ്മളെല്ലാം തീർന്ന് അവൻ്റെ ഏട്ടപാട് തീർന്നെന്ന് പറഞ്ഞ് നമ്മൾ പോവും. രാവിലെ വരുമ്പോൾ പുള്ളി പിന്നെ നിന്റെ ഏട്ടപാട് തീർന്നെന്നും പറഞ്ഞ് കുറച്ച് അണ്ണന്മാർ നിൽക്കുന്നുണ്ട്. നിന്റെ ഇടപാട് തീർന്നിട്ടില്ലെന്ന് വചനം തെളിയിക്കുക. വീണ് കിടക്കുന്നവരെങ്കിലും നശിക്കുന്നില്ല. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എനിക്ക് ദൈവം ഉറപ്പ് തരിക, നീ ഏതോ ചില സാഹചര്യങ്ങളെ ഫേസ് ചെയ്യാൻ പോവാ. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ പ്രവചിക്കുക, അവിടെ നീ അത്യന്ത ശക്തി എന്താന്ന് തെളിയിക്കപ്പെടും. ഒട്ടും കുലുങ്ങരുത്. ആ സാഹചര്യത്തിൽ നീ 100 ഡിഗ്രി നിൽക്കും. നീ പറയണം, ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നുണ്ട് ലോകത്തിന് അളക്കാൻ കഴിയാത്ത ശക്തി. ഇത് അളക്കുന്ന മിഷനില്ല. അവ ഇരുമ്പഴികളെ മുറിക്കുന്ന ഈ ശക്തി, കാരാഗ്രഹത്തെ അറുക്കുന്ന ശക്തി, ബന്ധനങ്ങളെ അഴിക്കുന്ന ശക്തി, പിശാചിനെ മനസ്സിലായി? ഒരു സ്തുതിച്ചു തുടങ്ങിക്കോ. നീ നശിക്കത്തില്ല. ദൈവം ഉറപ്പിക്കുക. സ്തോത്രം. പക്ഷെ ഒരു കാര്യം,
ഈ ശക്തി പ്രാപിച്ചോണ്ടൊരു ദൂതുണ്ട്. എബ്രായ ലേഖനം 10-ാം അധ്യായം 37, 38, 39 വാക്യങ്ങൾ വായിക്കാം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ, കൃപയിൽ വരുന്നത് പോലെ തന്നെ പ്രാധാനപ്പെട്ട കാര്യമാണ് കൃപയിൽ നിലനിൽക്കുക. സ്തോത്രം. കൃപയിൽ നിന്ന് പിന്മാറരുത്. പിന്മാറിപ്പോകാൻ ധാരാളം കാരണങ്ങളുണ്ട്. ചേർന്ന് നിൽക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ, യേശുവിനെ കണ്ടു. ഉണ്ടെന്നില്ല. ചില പിന്മാറ്റത്തെ ചികിത്സിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. സ്തോത്രം. ഇനി ആ വാക്യം ഒന്ന് വായിച്ച് പൂർത്തീകരിച്ച്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ഇനി കേട്ടോ, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ അല്ല. വിശ്വസിച്ച് പോലെ അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറ, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ അല്ല. ഒന്നുകൂടെ പറഞ്ഞു, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. ഒന്ന് ചോദിച്ചേ, അങ്ങനെ അല്ലയോ എന്ന് ചോദിച്ചേ. അല്ലയോ? ആന്നോ? നാമോ നാശത്തിലേക്ക്. ഈ ചില പിള്ളേർ വിശ്വാസത്തിൽ വന്നിട്ട് കുഞ്ഞു പിള്ളേരുടെ പരിപാടി കാണിക്കും. അവന് ചുമന്ന പേപ്പറുള്ള മുട്ടായി കൊടുത്തു, എനിക്ക് പച്ച പേപ്പറുള്ള മുട്ടായി തന്നെ. എനിക്കെന്നാ ചുമന്ന തരാത്ത, അതുകൊണ്ട് ഞാൻ മിണ്ടത്തില്ല. അവന് വീട് കൊടുത്തു, എനിക്കെന്താ വീട് തരത്തെ, ഇനി ഞാൻ യോഗത്തിന് വരത്തില്ല. നമ്മൾ മിണ്ടുന്നില്ലല്ലോ. പിന്നെ നീ യോഗത്തിന് വന്നില്ല, ഇപ്പം സഖ്യപർവ്വതം താഴെ പോവല്ലോ. നിങ്ങൾ എന്നാ മിണ്ടാത്ത? ഇവിടെ നീ യോഗത്തിന് വന്നില്ല, ഒന്നുമില്ലടാ. പോയി നിന്നെക്കാട്ടി കാതിപ്പ് ഇട്ടാൻ പോയ കടുക്കനിട്ടവൻ യോഗത്തിന് വരും. പക്ഷെ യേശുവിന് നിന്നെ വേണ്ട, പക്ഷെ നിനക്ക് യേശുവിനെ വേണം. വേണ്ട, മിണ്ടുന്നില്ല. യേശുവിന് ഇപ്പോൾ അനി ജോർജ് വേണമെന്നൊന്നുമില്ല, 50 ജോർജുമാരെ എഴുന്നേൽപ്പിക്കും. പക്ഷെ എനിക്ക് നിർബന്ധം യേശുവിനെ വേണം. എനിക്ക് എൻ്റെ യേശുവിനെ കണ്ടാ മതി. എത്ര പേർ അതിന് ആമീൻ പറയും? ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ദൂത് പറയുക, എഴുതിയിട്ട നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ അല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു. അടുത്തിരിക്കുന്ന ആളെ തൊട്ടേ ചോറ, നീ അങ്ങനെ നാശത്തിലേക്ക് പിന്മാറുന്ന കൂട്ടത്തിലാകല്ലെന്ന് പറ. നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നീ ഉണ്ട്, ഇന്ന് എക്സിറ്റ് ആകണം. ഉണ്ടെന്നില്ല. എന്നാ നോക്കണം, നീയോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. അപ്പം കർത്താവ് ആഗ്രഹിക്കുന്നത്, കർത്താവ് വരാത്ത ലേറ്റ് ആയിരിക്കുന്നവനെ ആരും നശിച്ചു പോകൻ. ഇനി അടുത്ത കർത്താവ് ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യമാണ്, എല്ലാവരും മാനസാന്തരപ്പെടണം. എല്ലാവരും എന്ത് ചെയ്യണം? ഇപ്പം ഉള്ള ഉണർവൊക്കെ മാനസാന്തരം പറയുമ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും എന്ത് ചെയ്യണം? ഈ മാനസാന്തരത്തെക്കുറിച്ച് ഞാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു കാര്യം പറയാം. ഈ വല്ലവരും മാനസാന്തരപ്പെട്ടോ എന്ന് നോക്കുന്നതാണ് ചിലരുടെ ജോലി. എന്തുവാണ്? ഇപ്പം ഞാൻ നോക്കുവാണ്, കെനസ് മാനസാന്തരപ്പെട്ടോ? എനിക്കൊരു പണിയില്ല, ഞാനിങ്ങനെ കെനസിന് പറയണ കെനസ് ഞാൻ മാനസാന്തരപ്പെട്ടോ എന്നല്ലേ നോക്കണ്ടേ? ആണോ? ഈയിടെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് അവിടുത്തെ അച്ഛൻ ബ്രദർ പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ ഭാര്യ മാനസാന്തരപ്പെടാൻ പാസ്റ്റർ പറ. അപ്പം ഞാൻ വളരെ കാര്യമായിട്ട്, ആൻറ്റി മാനസാന്തര ജീവിതം നയിക്കണം. പുള്ളിക്കാരത്തി പറഞ്ഞ, എനിക്ക് കുറച്ച് തെറ്റൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ ഒന്നും ചെയ്യത്തില്ല, നല്ലൊരു മാനസാന്തര ജീവിതം നയിക്കാം.
ചെയ്തതൊക്കെ ഞാൻ പറഞ്ഞു മുട്ടുകുത്തി അനുതാപത്തോടെ വെളി പറയണ്ട, ഹൃദയത്തിൽ ഏറ്റു പറയാൻ പറഞ്ഞു. ആ പാവ സ്ത്രീ നിന്ന് കരഞ്ഞു. സ്തോത്രം. നാം തന്നെ ഈ പുള്ളിക്കാരൻ എൻ്റെ ഭാര്യയെ രക്ഷിച്ചോണ്ട് സ്തോത്രം. പുള്ളിക്കാരത്തി എന്നിട്ട് പറഞ്ഞു, ഈ പുള്ളിയുടെ മദ്യപാനം നിൽക്കാനെന്ന് പ്രാർത്ഥിക്കാവോ? അമ്പടാ, കടുവായെ പിടിച്ച കിടുവയാന്നല്ലേ ഇവൻ. പക്ഷേ വല്ലപ്പോഴേ ഉള്ളൂ. പക്ഷേ അതേണ്ട ഞാൻ കാണിക്കാന്ന് പറഞ്ഞില്ല, കബോർഡ് തുറഞ്ഞ ഞെട്ടിപ്പോയി. ബാറാണോ വീടാണോ കേട്ടോ? അപ്പൊ പുള്ളിക്ക് മാനസാന്തരമില്ല, പുള്ളിയുടെ ഭാര്യ ആരും മിണ്ടുന്നില്ലല്ലോ. ചിലർക്ക് ഇങ്ങനൊരു സോക്കേടുണ്ട്, സ്വയം മാനസാന്തരപ്പെടത്തില്ല, വല്ലോരും മാനസാന്തരപ്പെട്ടോ നോക്കിക്കൊണ്ടിരിക്കുക. ഉണ്ടെന്നല്ലോ. ഒരിക്കലും വീട്ടുകാരെൻ്റെയൊക്കെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങളുടെ അയലോക്കത്തെ വീട്ടുകാർ ഞങ്ങൾക്ക് ഭയങ്കര ഉപദ്രവമാണ്. ഞാൻ ചോദിച്ചെന്തുവാ? അവര് ഇങ്ങനെ കാണിക്കും. ഞാൻ ചോദിച്ചു, നിങ്ങൾ കണ്ടോ? അതെ, ഞങ്ങളൊരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ വീടിൻ്റെ അവിടോട്ട്. രാത്രി 12 മണിക്ക് നോക്കുമ്പോൾ അവിടുത്തെ അച്ഛൻ കുളിച്ചാച്ച് തോർത്ത് കുടഞ്ഞതാ. ക്യാമറയിൽ തോർത്ത് തെളിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നാൻറ്റി, അയലൊക്കത്തെ വീട്ടിലോട്ട് ക്യാമറ വെക്കുന്ന പണി അങ്ങ് നിർത്ത്, നിന്റെ വീട്ടിലോട്ട് വെക്ക. എവിടോ കുഴപ്പമുണ്ട്. മാനസാന്തരാ പറയുന്നത്. ഇന്ന് പ്രസംഗം നീളും, എന്നെ ശ്രദ്ധിക്കണം. യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗമാ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മനസാന്തരപ്പെടുവീൻ. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ പ്രസംഗമാ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മനസാന്തരപ്പെടുവീൻ. അപ്പോസ്തലന്മാരുടെ പ്രസംഗം, മനസാന്തരപ്പെടുവീൻ. അനി ജോർജിന്റെ പ്രസംഗം, മനസാന്തരപ്പെടുവീൻ. ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷന്മാരുടെ പ്രസംഗം, നിങ്ങൾ മനസാന്തരപ്പെടുവീൻ. മാനസാന്തരം എന്തോ? സ്തോത്രമൊക്കെ നിൽക്കും. ചില വാക്യമൊക്കെ എടുത്തോണ്ട് വരണം. നേരെ വന്നേ പോവുകയും ചെയ്തു. മാനസാന്തരപ്പെടണം. നടത്തിയിരിക്കുന്ന ആ കൈ കൊടുത്തേച്ച് പറ, കുറച്ചുകൂടെ മാനസാന്തരപ്പെടണമെന്ന് പറ. ഭയങ്കര കാര്യത്തിലോട്ട് വരാൻ പോവാ. അപ്പം നമ്മൾ അപ്പുറത്തിരിക്കുന്ന ആള് മാനസാന്തരപ്പെട്ടോന്ന് നിങ്ങൾ നോക്കണ്ട. സ്വർഗത്തിൽ ചെല്ലുമ്പം എന്നോട് ചോദിക്കുക, നിന്റെ ഭാര്യ മാനസാന്തരപ്പെടാഞ്ഞോണ്ട് നിന്നെ സ്വർഗത്തിൽ കയറ്റത്തില്ലെന്ന് ദൈവം പറയത്തില്ല. ഞാൻ മാനസാന്തരപ്പെട്ട എനിക്ക് വാ, ലിനി വെട്ടാൽ എനിക്കും. കനസ് മാനസാന്തരപ്പെട്ട കനസിനും, മോനി മാനസാന്തരപ്പെട്ട മോനിക്കും, സുമ മാനസാന്തരപ്പെട്ട സുമയ്ക്കും, രാജീവ് മാനസാന്തരപ്പെട്ട രാജീവിനും. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഈ പത്രോസിന്റെ ലേഖനത്തിലെ നമ്മൾ അവിടെ ചെന്ന എന്താകുന്നൊക്കെ എഴുതിയേക്കുന്നത്. അയ്യോ, ആ 2 ലേഖനം മുട്ട നിന്ന് വായിച്ചാൽ നീ ഏത് ഗുണപ്പെടാത്തവനും ഗുണപ്പെടും. മാനസാന്തരപ്പെടാനായിട്ടൊരു വാക്യം വായിക്കാം. പത്രോസിന്റെ 2-ാം ലേഖനം, സ്തോത്രം, 4-ാം വാക്യം, 1-ാം അധ്യായം 4-ാം വാക്യം. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിട വരുന്നു. പത്രോസ് അപ്പോസ്തലൻ പറയാ, എന്തിനാ മാനസാന്തരപ്പെടുന്നേ? ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ. ചോദ്യം, മാനസാന്തരപ്പെട്ടു എന്നറിയുന്നത് നെറ്റിക്ക് എഴുതി വെക്കുമ്പോഴാണോ, സ്വഭാവത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണോ മാനസാന്തരം? പറ, നിങ്ങളേലും എന്നെ സപ്പോർട്ട് ചെയ്യ്.
തെറ്റാ പറയുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യരുത്, എല്ലാത്തിനും ആമീൻ പറയുകയും ചെയ്യരുത്. ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കേ, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും മഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുമാനം. മാനസാന്തരപ്പെട്ടവന്റെ സ്വഭാവത്തിന് രൂപീകരണമാണ്. മാനസാന്തരപ്പെട്ടവൻ വീട്ടിൽ ചീത്ത വിളിച്ചാൽ കുഴപ്പമുണ്ടോ? ഭർത്താവിന് ഭാര്യയുടെ മേൽ കർത്തൃത്വം നടത്താലോ? ഇങ്ങോട്ട് നോക്ക, ഒരു വീടിന്റെ ഗ്രഹനാഥനല്ലേ അദ്ദേഹത്തിന് ഭാര്യയും പിള്ളേരും ഇല്ലേ? ആ ഭർത്താവിന് വേണേ 2 ചില്ലക്ഷരം ചേർത്ത് വിളിക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് സഹകരിക്കേ, കേട്ടാ, മിണ്ടുന്നില്ല. ഇല്ലെന്ന് പറ. ഇതും ഒരു ചെറിയ ചമ്മലൊക്കെ. മാനസാന്തരപ്പെട്ടവൻ മിറ്റത്ത് കിളിക്കുന്ന ചെടിയുടെ പേര് പോലും പറയല. ആ ചെടി ഏതാ? അങ്ങനെ കേൾക്കണ്ട. മനസ്സിലായോ? അല്ലാതെ എല്ലാ ഞായറാഴ്ച വായി പൊത്തി പ്രാർത്ഥി, കർത്താവെ അരുതാത്ത വായിക്കൂടെ വരിക, മുദ്രയിടുന്നു, രക്തം കൊണ്ട് മുദ്രയിടുന്നു. മാനസാന്തരപ്പെടാതെ നീ എത്ര മുദ്ര ഇട്ടിട്ടും ഞാൻ ചുമ്മാ ചോദിക്കുക, മാനസാന്തരപ്പെട്ടവൻ മാനസാന്തരപ്പെടാത്തവന്റെ വാക്ക് 24 മണിക്കൂറും കേട്ടുകൊണ്ടിരുന്നാൽ മാനസാന്തരം പറയുന്നവനിലേക്ക് വരുമോ അതോ കേൾക്കുന്നവൻ പിന്മാറ്റത്തിൽ പോവോ? കേൾക്കുന്നവൻ ശ്രദ്ധിച്ചു കേൾക്കണം. ഭയങ്കര പ്രശ്നമാണ്. മാനസാന്തരപ്പെടുക. യഥാർത്ഥമായിട്ട് മാനസാന്തരപ്പെട്ട വിശ്വാസികളെ ചർച്ചയിൽ കൊണ്ടുപോകാൻ ഭയങ്കര ഈസിയാണ്. അവരോടൊന്നും പറയണ്ട. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങൾ ഇരിക്കൊണ്ട് നിങ്ങളെ ആരും ഉപദേശിക്കേണ്ടതില്ല. അഭിഷേകം തന്നെ സകലതും ഉപദേശിക്കും. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. യോഹന്നാൻ പറഞ്ഞു, ഇപ്പം തന്നെ കോടാലി വെച്ചെന്ന. അങ്ങോട്ടൊക്കെ ഞാൻ കോടാലി വരുന്നുണ്ട്. ഇപ്പം തന്നെ കോടാലി. ഇങ്ങനല്ലയോ പക്ഷേ? ഇങ്ങനല്ലയോ? ഇപ്പം തന്നെ കോടാലി വെച്ചേക്കുവാ. പിന്നെ പുത്രൻ ഇടയ്ക്ക് കയറി ഇരുന്നച്ച് പറഞ്ഞു, ഒന്നുകൂടെ കളയ്ക്കാം. ഇന്ന് ഒരു പ്രാവശ്യം കൂടെ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വെള്ളം വരുത്താം. ഒരു പ്രാവശ്യം കൂടെ ഒരു 3 കൂടി ഇരുത്തി ഒന്ന് കുടഞ്ഞു നോക്കാം. ഇച്ചിരിയിലും കിളിക്കുന്നുണ്ടെങ്കിൽ, ഒരു കുഞ്ഞു മാങ്ങായെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ നിർത്താം. അല്ലെങ്കിൽ എടുത്ത കോടാലി മൂടോടെ വെട്ടിയേക്കാം. നിങ്ങൾ ശ്രദ്ധിക്കണം. ഉണ്ടോ? സ്വോത്രം പോകുന്നു ഞാൻ പറഞ്ഞില്ലയോ? വലിയ കാര്യത്തിലേക്ക് വരാൻ പോവാ. എന്തുകൊണ്ടാണ് പ്രിയന്റെ വരവ് താമസിക്കുന്നത്? ചിലരൂടെ മാനസാന്തരപ്പെടാനുണ്ട്. നിന്റെ ദേശത്തുനിന്ന് ചിലർ മാനസാന്തരപ്പെടാനുണ്ട്. നിന്റെ ചുറ്റുപാടിൽ നിന്ന് ചിലർ മാനസാന്തരപ്പെടാനുണ്ട്. നിന്റെ ചാർച്ചയിൽ നിന്ന് ചിലർ മാനസാന്തരപ്പെടാനുണ്ട്. അതുകൊണ്ട് അവൻ ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. ഈ ആഴ്ച ചൊവ്വ മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞ് ഞാൻ പ്രസംഗം മെല്ലെ നിർത്താം. ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ ഈ വചനം പ്രസംഗിച്ചപ്പോഴേ സത്യം പറയാം, നിങ്ങളുടെ അകത്ത് മാനസാന്തരപ്പെടേണ്ട ചില കാര്യങ്ങൾ മനസ്സിൽ വന്നില്ലേ? വന്നോ? ആ വന്നവരെന്ന് കൈപൊക്കിക്കേ. എൻ്റെ പ്രസംഗിച്ച് എൻ്റെ അകത്ത് വന്നു. ഇങ്ങനല്ല. ചെല്ല് പൊക്കിയിട്ടേ ഇല്ല. നേരത്തെ എന്തോ സംഭവം വലിയ പ്രശ്നമാണ്. ഇന്ന് യോഗം കഴിഞ്ഞ് പ്രത്യേകം കാണണം. നിങ്ങളെന്നെ ശ്രദ്ധിക്കണം. മാനസാന്തരപ്പെട്ടവനുള്ളതാ സ്വർഗരാജ്യം. പ്രിയന്റെ വരവ് ലേറ്റാന്നേനാ എന്നാ? എന്നിട്ട് അപ്പോസ്തലൻ പറയാ, ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. നിങ്ങൾ നശിക്കത്തില്ല. നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന് വിചാരിച്ച് വരവ് ലേറ്റാവുക. ഗ്ലോറി ടു ഗോഡ്. ഒന്നീ നിങ്ങൾ കുറച്ചുകൂടെ നന്നാകാനുണ്ട്,
അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളിൽ ആരോ നന്നാകാനുണ്ട്, കൂട്ടുകാരിൽ ആരോ നന്നാകാനുണ്ട്. അല്പം കൂടെ വെയിറ്റ് ചെയ്യുക. പ്രിയൻ്റെ വരവ് അടുത്തിരിക്കുക. പക്ഷേ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നൊരു അപ്പോസ്തലൻ വെളിപ്പെടുത്തുക, ഇനിയും കാലതാമസമില്ല, പ്രിയം വരാൻ പോവുക. അതിനു മുമ്പ് ഒരു റിവൈവൽ നടക്കും. കൂട്ട മാനസാന്തരം, കൂട്ട സ്നാനം, കൂട്ട അഭിഷേകം യേശുവിൻ്റെ നാമത്തിൽ. അത് തിരിച്ചറിയുന്നവർ രാമീം പറഞ്ഞാട്ട് റിവൈവൽ ഉണ്ടാകട്ടെ, സഭകൾ വളരട്ടെ, ആത്മാവിൽ ഉയരട്ടെ, പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കട്ടെ.